ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ കാർമണി സെൽവം എന്ന തമിഴ് സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരിയിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഷാർജയാണ് കാണിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഹീറോ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സെൽവം. അദ്ദേഹം ഷാർജയിൽ എത്തിയിട്ട് ഏകദേശം 5 മാസത്തിൽ കൂടുതലായി. എന്നാൽ ഈ 5 മാസത്തിനിടയിൽ ഒരു തവണ പോലും നാട്ടിലുള്ള ഭാര്യ അദ്ദേഹം ഫോൺ വിളിച്ചിട്ടില്ല. ഈ 5 മാസവും ചെന്നൈയിലെ ഒരു ബീച്ചിൻ്റെ സൈഡിലുള്ള ആ വീട്ടിലിരുന്ന് തൻ്റെ ഭർത്താവെങ്ങാനും ഫോൺ വിളിക്കുമോ എന്ന് ആഗ്രഹിച്ച് ഓരോ ദിവസവും ആ ഭാര്യ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പോലും ആ ഫോൺ കോളിനായി വെയിറ്റ് ചെയ്ത് തൻ്റെ മകനോട് വളരെ സങ്കടത്തോടെ സംസാരിക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഷാർജയിലുള്ള നമ്മുടെ ഹീറോ തൻ്റെ കാറിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോസ് വന്ന് സംസാരിക്കുന്നു. ഹീറോയ്ക്ക് നൽകേണ്ട സാലറിയും കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ സാലറി കിട്ടിയിട്ടും അവിടെ സന്തോഷവാനായിരിക്കാനോ അതല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാനോ കഴിയാതെ വലിയൊരു കൺഫ്യൂഷനിലാണ് ഹീറോ. എങ്കിലും കുടുംബത്തിലെ സിറ്റുവേഷനും കടവും ഒക്കെ ആലോചിച്ച് ഹീറോ അവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ ഷാർജയിലുള്ള തൻ്റെ റൂമിലേക്ക് വരുന്ന ഹീറോ കൂടെയുള്ള മറ്റൊരു പയ്യൻ്റെ ഫോൺ വാങ്ങി അവൻ്റെ വാട്സാപ്പിൽ നിന്ന് ഭാര്യയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നു. ഞാൻ സേഫാണ്, മാസശമ്പളം കിട്ടി, ഞാൻ നിനക്ക് അയച്ചു തരാം, ഈ മൊബൈലിലേക്ക് നീ തിരിച്ചു വിളിക്കരുത്, ഇത് വേറെ ആളുടെ ഫോണാണ്, അവർക്ക് ഡിസ്റ്റർബൻസ് ആവും എന്ന് പറഞ്ഞ് ആ ഫോൺ വെച്ചിട്ട് ഭാര്യയും മകനെയും ഓർത്ത് വളരെ സങ്കടത്തോടെ ഹീറോ ഉറങ്ങുന്നു. അപ്പോഴാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള കഥ അവർ കാണിക്കുന്നത്. ചെന്നൈയിൽ വളരെ സമാധാനപരമായ ഒരു ജീവിതം നയിക്കുകയായിരുന്നു നമ്മുടെ ഹീറോയായ സെൽവം. രാവിലെ എഴുന്നേറ്റാൽ തൻ്റെ മകനുമായി ജോളിയായി കളിക്കും. പട്ടം പറപ്പിക്കാൻ വലിയ ഇഷ്ടമാണ്. ഹീറോയ്ക്ക് സ്വന്തമായി ബൈക്കോ കാറോ ഒന്നുമില്ല. കുടുംബമൊത്ത് പുറത്തു പോകണമെങ്കിൽ പോലും കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് ബൈക്ക് കടം വാങ്ങി കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. ഹീറോയുടെ ഭാര്യ ഒരു തട്ടുകടയാണ് വെച്ചിരിക്കുന്നത്. സമയം കിട്ടുമ്പോൾ ഒരു ബോട്ട് എടുത്ത് കടലിൽ പോയി പട്ടം പറപ്പിക്കുന്ന ഹീറോയുടെ ഒരു പതിവാണ്. എന്തെങ്കിലും ഒരിക്കൽ ആകാശത്ത് പോകുന്ന ആ ഫ്ലൈറ്റിൽ കയറണം എന്നാണ് ഹീറോ ആഗ്രഹിച്ചിരുന്നത്. ഇതൊക്കെ മാറ്റിവെച്ചാൽ നമ്മുടെ ഹീറോ ഒരു ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. സമ്പത്ത് എന്ന പേരുള്ള വലിയൊരു ബിസിനസ്സുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഡ്രൈവറായി നിൽക്കുന്നത്. ആ സമ്പത്തിന് ദേവി എന്ന പേരുള്ള വളരെ സ്നേഹമയിയായ ഒരു ഭാര്യയുണ്ട്. അവർ ഹീറോയെ വീട്ടിൽ വെറും ഒരു ഡ്രൈവറായിട്ടല്ല, സ്വന്തം വീട്ടിലെ ഒരാളെ പോലെയാണ് കാണുന്നത്. രാവിലെ ജോലിക്ക് പോയാൽ കാർ ക്ലീനായി തുടച്ച് വൃത്തിയാക്കും. അങ്ങനെ ആ ഓണർ സമ്പത്തിനും ഭാര്യയ്ക്കും വളരെ സ്നേഹമുള്ളൊരു മകളുമുണ്ട്. ആ ഓണർ എപ്പോഴും ബിസിനസ് ആവശ്യങ്ങൾക്കായി പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴും വളരെ ധൃതിയിൽ പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ്. 1:30 തന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം എന്ന് അദ്ദേഹം ഡ്രൈവറോട് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലഗേജ് എല്ലാം കൊണ്ടുവന്ന് ഭാര്യ ദേവി കൊടുക്കുകയാണ്. അപ്പോഴാണ് അവർ ഹീറോയോട് ഒരു പ്ലാൻ പറയുന്നത്. എന്താ മാഡം ഇങ്ങനൊരു പ്ലാൻ പറഞ്ഞത്? ശരി, എങ്ങനെയെങ്കിലും ഞാൻ മുതലാളിയോട് പറഞ്ഞതൊന്ന് നടപ്പിലാക്കാൻ നോക്കാം എന്ന് ഹീറോയും പറയുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് 1:30 മണിയായി. മുതലാളി ഇറങ്ങി വന്ന് കാറിൽ കയറുന്നു. കുറച്ച് നേരത്തിനുള്ളിൽ കാറിൻ്റെ പിൻസീറ്റിൽ അവരുടെ മകൾ വന്ന് കയറുന്നു. പിന്നാലെ ഭാര്യ ദേവിയും കയറുന്നു. അല്ല, വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ട്, തിരിച്ചു വരുമ്പോൾ അത് വാങ്ങിക്കൊണ്ട് വരാം, അതുപോലെ നിങ്ങൾ എയർപോർട്ടിലും ഡ്രോപ്പ് ചെയ്യാം എന്നവർ പറയുന്നു. ശരി, ഡ്രൈവർ കാറിലുണ്ടല്ലോ, അവൻ്റെ കൂടെ തന്നെ പോന്നോളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവരെല്ലാവരും എയർപോർട്ടിലെത്തുമ്പോൾ അവിടെ ഭയങ്കരമായൊരു ട്വിസ്റ്റ്. ഈ മുതലാളിയുടെ ഭാര്യ ദേവി അവർക്കും മകൾക്കും കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മകൾക്ക് ഇപ്പോൾ സമ്മർ വെക്കേഷൻ അല്ലേ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് എന്തുകൊണ്ടൊരു ട്രിപ്പ് പോയിക്കൂടാ എന്നവരവിടെ ചോദിക്കുകയാണ്. എന്നാൽ അതൊന്നും മുതലാളിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ബിസിനസ് ആവശ്യത്തിനാണ് പോകുന്നത്, ഇതിനിടയിൽ നിങ്ങൾ ട്രിപ്പ് മൂഡിലൊക്കെ വന്നാൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ ആരും വരണ്ട എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഭാര്യയോട് ദേഷ്യപ്പെട്ട് അവരെ ഡ്രൈവറുടെ കാറിൽ തന്നെ വീട്ടിലേക്ക് അയക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ തിരികെ തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഹീറോയുടെ ഭാര്യ അവിടെ 3 സമ്പാദ്യ കുടുക്കകൾ വച്ചിരിക്കുന്നത് കാണാം. ഒരു കുടുക്ക അമ്പലത്തിലേക്ക്, മറ്റൊന്ന് പുതിയൊരു സ്ഥലം വാങ്ങി ഇവർക്ക് സ്വന്തമായൊരു വീട് വെക്കാൻ, പിന്നൊന്ന് സേവിങ്സിന് എന്ന് പറഞ്ഞ മൊത്തം 3 കുടുക്കകൾ. അതിൽ ഇടയ്ക്കിടെ കാശിട്ട് അവർ നിറച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഹീറോയെ സംബന്ധിച്ച് കടം വാങ്ങാതെ സമാധാനത്തോടെയുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം ജീവിക്കുന്നത്. മാത്രമല്ല എപ്പോഴും ഹീറോയുടെ അടുത്ത് വന്ന് ഭാര്യ പുതിയൊരു വീട് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ഹീറോയ്ക്ക് ഭയങ്കര പ്രഷറാവുന്നുണ്ട്. ഇതൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് മുതലാളിയുടെ ഭാര്യയോട് ഹീറോ പറയുന്നു. അപ്പോൾ സ്ത്രീകളായാൽ ഇങ്ങനെ ചോദിക്കുക തന്നെ ചെയ്യും. ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളാണ് അതൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ അവരുടെ ഭാഗത്തു നിന്നും ഹീറോയുടെ ഭാര്യയെ തന്നെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് മുതലാളിയും ഇതൊക്കെ ഹീറോയോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ കാറ് വാങ്ങിയതിന് കാരണം തന്നെ എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുന്നു. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഹീറോ തൻ്റെ വീടിനടുത്ത് തന്നെ ഒരു മരവീട് പണിയുന്നതായി കാണിക്കുന്നു. മകനോടൊപ്പം ചേർന്നാണ് അദ്ദേഹം ആ വീട് പണിയുന്നത്. ആ ചെറിയ വീടിന് ഭാര്യയുടെ പേരും വെക്കുന്നു. ഞാൻ ജീവിക്കാനൊരു സ്ഥലം വാങ്ങി അതിലൊരു വീട് വെക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് മരത്തിൽ വീടുണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഒരു കാറ്റടിച്ചാൽ അത് താഴെ വീഴും, ഇതൊക്കെ ഇപ്പോൾ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ ഭാര്യ അവിടെ ദേഷ്യപ്പെടുകയും പതുപോലെ രാവിലെ അവർ തങ്ങളുടെ തട്ടുകടയിലേക്ക് ജോലിക്ക് വരികയും ചെയ്യുന്നു. ഈ സമയത്താണ് ഹീറോയുടെ പെങ്ങളുടെ മകൾക്ക് തിരണ്ട് കല്യാണം വെച്ചിരിക്കുന്നത്, അതായത് പ്യൂബർട്ടി ഫംഗ്ഷൻ. അതിനും കോൾ ചെയ്ത് നമ്മുടെ ഹീറോയെയും ക്ഷണിക്കുന്നു. അയ്യോ, പുതുതായി ഒരു ഫംഗ്ഷൻ കൂടെ വെച്ചിരിക്കുകയാണല്ലോ, ആ ഫംഗ്ഷൻ നമ്മളെന്തെങ്കിലും ഗിഫ്റ്റ് വെക്കണമല്ലോ എന്നോർത്ത് ഇവർക്കൊരു പേടി. അപ്പോൾ അതുപോലെ ഹീറോയിൻ വീട്ടിലേക്ക് വരികയാണ്.
ഗിഫ്റ്റ് നൽകാനായി മാറ്റി വെച്ചിരിക്കുന്ന ഒരു 5000 രൂപ അലമാരിയിൽ നിന്ന് എടുക്കുന്നു. ഹീറോ ആണെങ്കിൽ നമ്മുടെ സമ്പാദ്യം അനുസരിച്ച് 5000 രൂപക്ക് കൊടുക്കണോ, ഒരു 2000 വെച്ചാൽ പോരെ, ബാക്കി നമ്മുടെ ചെലവിന് വയ്ക്കാം എന്ന് പറഞ്ഞാലും അഭിമാനം പോവും. കുറഞ്ഞത് ഇതെങ്കിലും വച്ചേ തീരുമെന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താവിനോട് വാശി പിടിക്കുന്നു. ഒരു ഓട്ടോയിലാണ് ഹീറോ ഇപ്പോൾ ഭാര്യയെ ഫംഗ്ഷന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പേരിന് മാത്രമാണ് നിങ്ങൾ ഡ്രൈവറായിട്ടുള്ളത്, എന്നാൽ ഞങ്ങളെ ഒരു കാറിൽ പോലും കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനും ഭാര്യ വഴക്കുണ്ടാക്കുന്നുണ്ട്. ഓട്ടോയിൽ പോയാലല്ലേ കാറ്റൊക്കെ കിട്ടും, എനിക്കും വണ്ടി ഓടിക്കാതെ നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹീറോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവർ ആ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിൽ വന്നിറങ്ങുന്നു. അങ്ങനെ പാട്ടും ഡാൻസും ആഘോഷങ്ങളൊക്കെ ആയി ആ സ്ഥലത്ത് ഇവർ കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ നൽകുന്നു. അങ്ങനെ 5000 രൂപ ആ ഹീറോയുടെ പെങ്ങൾ കാണുന്നുണ്ട്. അതെടുത്ത് നേരെ നാത്തൂൻ്റെ അടുത്ത് വന്നിട്ട്, എന്താ നാത്തൂനെ ഇത്ര കുറഞ്ഞ കാശ് വെച്ച് ഞങ്ങളെ വളരെ അപമാനിക്കുകയാണോ? ഇത് കണ്ടാൽ ഞങ്ങളുടെ വീട്ടുകാർ എന്ത് വിചാരിക്കും? ദാ ഇതിൽ 50,000 രൂപയുണ്ട്, ഇത് കൊണ്ടുപോയി ആ താലത്തിൽ വെക്ക് എന്ന് പറഞ്ഞ ആ പെങ്ങൾ കാശ് കൊടുക്കുമ്പോൾ ഹീറോയിൻ്റെ മുഖം മാറുന്നു. നേരെ അവിടെ സന്തോഷവാനായി നിൽക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് വന്ന് അവർ പറയാണ്, നിങ്ങളുടെ പെങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്, 5000 പോരാ 50,000 വയ്ക്കാനാണ് പറയുന്നത്. എനിക്ക് വല്ലാത്ത അപമാനമായി തോന്നുന്നു, എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അവൾ തന്ന കാശ് അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് വാ. ഇവരൊക്കെ ഇതുപോലത്തെ ഫംഗ്ഷനും സ്റ്റാറ്റസും വരുമ്പോഴേ ഇങ്ങനെ വന്ന് നിൽക്കും, ഒരു ആപത്ത് വന്നാൽ കൂടെ നിൽക്കില്ല, ഇവർക്ക് ഈ 5000 തന്നെ ധാരാളം എന്ന് ഹീറോ പറയുന്നു. എന്നാലും നമ്മുടെ ഹീറോയിന് ആ അപമാനക്ഷതം താങ്ങാൻ കഴിയുന്നില്ല. വളരെ വേഗത്തിൽ അവർ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. ഇതുവരെ അവർ ആ കുടുക്കുകളിൽ സ്വരുക്കൂട്ടി വെച്ചിരുന്ന ആ 3 കുടുക്കുകളും അവർ പൊട്ടിക്കുന്നു. അതിലുള്ള മൊത്തം കാശും എടുക്കുകയാണ്. അത് മാത്രമല്ല അവരുടെ കഴുത്തിലെ താലിമാല കൂടി കൊണ്ടുപോയി പണയം വെച്ച് മൊത്തത്തിൽ 50,000 രൂപ അവർ റെഡിയാക്കുന്നു. ആ 50,000 എടുത്തിട്ട് തൻ്റെ ഭർത്താവിൻ്റെ കൈയും പിടിച്ച് ആ വേദിയിൽ വന്ന് പെങ്ങൾ തന്ന ആ 50,000 തിരിച്ചു കൊടുത്തിട്ട് ഇവർ സ്വന്തം വകയായി ഗിഫ്റ്റായി 50,000 രൂപ കൊടുക്കുന്നു. എന്നാൽ അത് കണ്ടിട്ടും പെങ്ങളുടെ ഭർത്താവ്, ഓ അപ്പോൾ ഇത്രയും കാശ് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണോ ഇല്ലാത്തതുപോലെ ഇത്തിരി മാത്രം തന്നത്, ഇതെന്ത് മനുഷ്യരാ എന്ന് പറഞ്ഞ് അപ്പോഴും അവരെ കുറച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിൽ ഹീറോയിൻ പൂർണ്ണമായും തകർന്നു പോകുന്നു. അപ്പോഴാണ് ഹീറോയും, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവരൊക്കെ എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, അവർക്ക് വേണ്ടി നീ കുടുക്ക പൊട്ടിച്ച് താലിമാല വരെ പണയം വെച്ചില്ലേ, ഈ സ്റ്റാറ്റസ് കാണിച്ചതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് നേടി എന്ന് ചോദിച്ച് അവർ തമ്മിൽ വലിയ വഴക്കുണ്ടാവുന്നു. അതിന് മറുപടിയായി ഭാര്യയും, അതിന് നിങ്ങൾ നന്നായി സമ്പാദിക്കണമായിരുന്നു, ഒരു കുട്ടിയും ഒരു ഭാര്യയും ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങളാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് ഹീറോയുടെ മേൽ കുറ്റം ചുമത്തുന്നു. ഭാവിയിലും ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ മകൻ തന്നെ വലുതായി വന്നിട്ട് നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ച് നിങ്ങളെ മുഖത്ത് കാർക്കിച്ചു തുപ്പും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹീറോ ആകെ ഇമോഷണൽ ആവുന്നു. കുടുംബത്തിന് വേണ്ടി മാടുപോലെ പണിയെടുത്താലും വീട്ടിലൊരു വിലയുമില്ല, കാശുമില്ല, സ്വന്തം ഭാര്യ തന്നെ നമ്മളെ ഇങ്ങനെയാണല്ലോ പറയുന്നത് എന്നോർത്ത് അദ്ദേഹത്തിന് വല്ലാതെ വിഷമവും ദേഷ്യവും വരുന്നു. ഇപ്പോൾ ഇതൊക്കെ അദ്ദേഹം ഷാർജയിലിരിക്കുമ്പോൾ ഓർത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താൽ ഇപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. അതായത് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. നമ്മുടെ ഹീറോ പതിവ് പോലെ തൻ്റെ വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുതലാളിയും ഭാര്യയും ഇവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഹീറോ കണ്ട ഉടനെ, അയ്യോ മുതലാളി നിങ്ങളാണോ ഇങ്ങോട്ടേക്ക് വന്നത്, നിങ്ങളുടെ പാദം ഇവിടെ പതിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമാണ്, വന്നിരിക്കുക എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തുന്നു. ഹീറോയുടെ ഭാര്യയും അവിടേക്ക് വന്നിട്ട് അവരെ ആ ട്രീ ഹൗസിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നു. അങ്ങനെ ആ ട്രീ ഹൗസിലേക്ക് മുതലാളിയെയും ഭാര്യയെയും കൂട്ടിക്കൊണ്ടുവരുന്നു. വളരെ മനോഹരമായ സ്ഥലമാണല്ലോ. ഇതുപോലൊരു ട്രീ ഹൗസിൽ നിൽക്കാൻ വേണ്ടി ആൾക്കാർ റിസോർട്ട് ബുക്ക് ചെയ്ത് 1000 രൂപ കൊടുത്ത് പോവാറുണ്ട്. എന്നാൽ നിങ്ങൾ വളരെ സിമ്പിളായി തന്നെ ഇത് പണിതുവല്ലോ എന്ന് പറഞ്ഞ് മുതലാളിയുടെ ഭാര്യയായ ദേവി നമ്മുടെ ഹീറോയെ അഭിനന്ദിക്കുന്നു. അങ്ങനെ അഭിനന്ദിക്കുമ്പോഴാണ് ഹീറോയുടെ വില എന്താണെന്ന് ആ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് മുതലാളിയും ഭാര്യയും പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും വിദേശത്തേക്ക് പോകാൻ പോവാണ്, 1 മാസത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ പോവാണ്, ഞങ്ങളെ നിങ്ങൾക്ക് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അതെൻ്റെ കടമയല്ലേ സർ, ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ഹീറോ റെഡിയായി അവരെ 3 പേരെയും കൊണ്ടുപോയി എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഞാൻ വരുന്നതുവരെ ഈ കാറ് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് മുതലാളി ഹീറോയോട് പറയുമ്പോൾ ഹീറോയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. ചെലവിനായി മുതലാളി ഹീറോയ്ക്ക് കുറച്ച് കാശ് കൊടുക്കുന്നു. അയ്യോ നിങ്ങൾ ശമ്പളം തരുന്നതിന് ധാരാളം, ഈ കാശൊന്നും തരണ്ട, എനിക്ക് വേണ്ട എന്ന് ഹീറോ പറഞ്ഞാലും മുതലാളിയുടെ ഭാര്യ അത് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞ് നിർബന്ധിക്കുന്നു. എങ്കിലും ഹീറോ അത് വാങ്ങാൻ വിസമ്മതിക്കുകയാണ്. ആ കാറ് മാത്രം എടുത്ത് അദ്ദേഹം അവിടെ നിന്നും മടങ്ങുന്നു. കാറിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയുടെ ഭാര്യ കോൾ ചെയ്യുന്നത്. നമ്മുടെ മോന് അപകടം പറ്റി വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്, വേഗം വാ, കാശിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു പോവാണ്. മുതലാളി കൊടുത്ത ആ കാശ് വാങ്ങാതെയാണല്ലോ തിരിച്ചു വന്നത്. മുതലാളിയെ വിളിച്ചാൽ അദ്ദേഹം ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞു. ആരോട് പോയി കാശ് വാങ്ങുമെന്നറിയാതെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാത്തതുകൊണ്ട് ഗതി നിരമില്ലാതെ വീണ്ടും സ്വന്തം പെങ്ങളുടെ ഭർത്താവിൻ്റെ മുന്നിൽ പോയി കൈ നീട്ടേണ്ട ഒരു സിറ്റുവേഷനായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് 10,000 രൂപ കടം വാങ്ങി വന്നാണ് മകൻ്റെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം നോക്കുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മകനെയും കൂട്ടി ആ കാറിൽ വീട്ടിലേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ച് ഭാര്യ ചോദിക്കുന്നുണ്ട്, ആരുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിയിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് നടത്തിയത്? വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് ഹീറോയ്ക്ക് അത് മറച്ചു വയ്ക്കാൻ കഴിയാതെ സത്യം പറയുന്നു. ഇത് കേട്ട് ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യം വരാണ്. അന്ന് അവർ നമ്മളെ അത്രത്തോളം അപമാനിച്ചില്ലേ, എന്നിട്ട് അവരുടെ അടുത്ത് പോയി തന്നെ കാശ് വാങ്ങാൻ നിങ്ങൾക്ക് നാണം തോന്നിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു. വേറെ ഞാൻ എന്ത് ചെയ്യാനാണ്, എല്ലാവരോടും ചോദിച്ചു, ആരും തരില്ലെന്നാണ് പറഞ്ഞത്.
അവൻ മാത്രമാണ് തന്നത് എന്ന് ഹീറോ പറയുന്നു. നിങ്ങൾ ഇനി 4 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ആ വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ, അത് മാത്രമാണ് ഒരേ ഒരു വഴി എന്ന് പറഞ്ഞ് ഭാര്യ പറയുന്നു. ഇപ്പോൾ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോ ദുബായിൽ ഇരിക്കുന്നതായി കാണിക്കുന്നു. അപ്പോൾ കൂടെയുള്ള ആ റൂംമേറ്റ്സ് ഉണ്ടല്ലോ, അവർ പറയുന്നുണ്ട് ഒരു 2-3 വർഷം കഴിഞ്ഞ് നമുക്ക് നാട്ടിലേക്ക് പോവാം. നാട്ടിലേക്ക് പോയാൽ തന്നെ നമ്മുടെ സ്വന്തം കുടുംബം നമ്മളെ ബഹുമാനിക്കാൻ പോവാണോ, ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ നോക്കാം എന്നൊക്കെ അവർ സംസാരിക്കുന്ന ഹീറോ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോ പതിവ് പോലെ വീട്ടിലാണ്, അതായത് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അദ്ദേഹം തൻ്റെ ട്രീ ഹൗസിലിരിക്കുമ്പോൾ ഭാര്യ വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് തീരുമാനമാണ് എടുത്തത്, ഒന്നും മിണ്ടാതെ ഈ കാറ് ടാക്സിയായി ഓടിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് ഹീറോ പറയുന്നു. ഇത് മുതലാളിയുടെ കാറല്ലേ, അത് ടാക്സിയായി ഓടിക്കാൻ പോവാണോ എന്ന് ഭാര്യ ചോദിക്കുകയാണ്. മുതലാളി അറിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാം, എനിക്ക് വേറെ വഴിയില്ല, ഒരു 4 ദിവസം ടാക്സി ഓടിച്ചാൽ എനിക്ക് 10,000 രൂപ സമ്പാദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കാർ ക്ലീൻ ചെയ്ത് വെള്ള ബോർഡ് അഴിച്ച് മഞ്ഞ നിറത്തിലുള്ള ബോർഡ് വയ്ക്കുന്നു. അത് കാണുന്ന മകൻ എന്തിനാണ് ആ വെളുത്ത ബോർഡ് മാറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയെല്ലാം വെളുത്തിരുന്നാൽ ജീവിക്കാൻ കഴിയില്ല മോനെ എന്ന് ഹീറോ പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ തൻ്റെ ആദ്യത്തെ ഓട്ടത്തിനായി ഇറങ്ങാണ്. അവിടെ ഒരു 3 ചെറുപ്പക്കാരുണ്ട്. അവരാണ് ഇപ്പോൾ കാർ ബുക്ക് ചെയ്ത് അതിൽ വന്ന് കയറുന്നത്. അവരേതോ സിനിമയ്ക്ക് പോവാണ്. വളരെ ബഡ്ജറ്റ് ടിക്കറ്റാണ് എടുത്തത്. കാറിലിരുന്ന് അവർ ജോളിയായി സംസാരിക്കുന്നത് കേട്ടിട്ട്, എടോ സിനിമയ്ക്ക് തന്നെ നിങ്ങൾ ബഡ്ജറ്റ് ടിക്കറ്റിലാണല്ലോ പോകുന്നത്, പിന്നെ ഈ കാറിന് എങ്ങനെ കാശ് തരും എന്ന് ഹീറോ ചോദിക്കുമ്പോൾ എങ്ങനെയാ തരിക എന്ന് പറഞ്ഞ് ഒരു സിഗ്നലിൽ വെച്ച് അവരിറങ്ങി ഓടുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് കാർ ഓടിച്ചിട്ട് ആദ്യത്തെ ഓട്ടത്തിന് തന്നെ കാശ് തരാതെ അവർ ഓടിക്കളഞ്ഞല്ലോ എന്നോർത്ത് ഹീറോയ്ക്ക് വല്ലാതെ ഫീൽ ആവുന്നു. നമ്മൾ തന്നെ മുതലാളി അറിയാതെയാണല്ലോ ഈ തെറ്റ് ചെയ്യുന്നത്, അപ്പോൾ തെറ്റ് ചെയ്യാൻ നിന്നാൽ പണം കയ്യിൽ നിൽക്കില്ല എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ 2ാമത്തെ ദിവസം ഹീറോയ്ക്ക് വേറെ വഴിയില്ല, വീണ്ടും അതേ കാർ എടുത്ത് അതേ പണിക്ക് തന്നെ പോവാണ്. അപ്പോൾ ഒരു നടി അദ്ദേഹത്തിൻ്റെ കാറിൽ വന്ന് കയറുന്നു. അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് ഇവരും കാശ് തരാതെ പോകുമോ അതോ പുറത്തു കൊണ്ടുപോയി തല്ലിക്കോ എന്നൊക്കെ ഹീറോയ്ക്ക് കുറച്ച് പേടിയാവുന്നുണ്ട്. എന്നാൽ ഇറങ്ങുമ്പോൾ അവർ കൃത്യമായി കാശ് കൊടുക്കുന്നു. അതാണ് നമ്മുടെ ഹീറോ സമ്പാദിച്ച, അതായത് കാർ ടാക്സിയായി ഓടിച്ച് സമ്പാദിച്ച ആദ്യത്തെ കാശ്. അങ്ങനെ റെഗുലറായി ഹീറോ ടാക്സി ഓടിക്കാൻ തുടങ്ങുന്നു. ഒരു ദിവസം IT ഫീൽഡിലുള്ള വലിയൊരു മനുഷ്യൻ ഹീറോയുടെ കാറിൽ വന്ന് കയറുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു ഇൻഷുറൻസ് ഏജന്റും കാറിൽ കയറുന്നുണ്ട്. ഇവരൊന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ ഇൻഷുറൻസ് ഏജന്റ് IT ഫീൽഡിലുള്ള ആളുടെ ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് നന്നായി ബ്രെയിൻ വാഷ് ചെയ്യുന്നു. ഇതൊരു ആഫ്റ്റർ ലൈഫ് ഇൻഷുറൻസ് ആണ്. നിങ്ങൾക്കൊരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് 6 കോടി രൂപ കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്ക്, 6 കോടി രൂപ കിട്ടിയാൽ നിങ്ങളുടെ കുടുംബം അടുത്ത തലമുറ വരെ സെറ്റിലാവും. ജീവിതത്തിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. നിങ്ങൾ നടന്നു പോകുമ്പോൾ പോലും വല്ല വണ്ടിയും വന്ന് ഇടിക്കാം. മരത്തിന്റെ കീഴിൽ നിന്നാൽ കായ തലയിൽ വീണു പോലും നിങ്ങൾ മരിച്ചു പോവാം. അതൊക്കെ ആലോചിച്ച് ഇൻഷുറൻസ് എടുക്ക് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഡ്രൈവർ സീറ്റിലിരുന്ന് നമ്മുടെ ഹീറോ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. IT കാരൻ വണ്ടിയിൽ നിന്നും ഇറങ്ങിയ പോയ ശേഷം ഹീറോ ഇൻഷുറൻസ് ഏജന്റിനോട് ചോദിക്കുന്നു, സാർ എനിക്കും ഇൻഷുറൻസ് എടുക്കാമോ? അല്ല സാർ, നിങ്ങൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല, ഇതുപോലുള്ള പണക്കാർക്കാണ് ഇൻഷുറൻസ് ഒക്കെ എന്ന് അയാൾ പറയുന്നു. എനിക്ക് മനസ്സിലായില്ല സാർ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഒരു ചായക്കടയിൽ നിർത്തി ഹീറോയ്ക്ക് ഒരു ചായ വാങ്ങി കൊടുത്തിട്ട് അയാൾ പറയാണ്, ഇപ്പോൾ ഞാനൊരു IT കാരനോട് സംസാരിച്ചില്ലേ, അയാൾക്ക് എത്ര കടമുണ്ടാവുമെന്ന് നിങ്ങൾ കരുതാണ്? 2.5 കോടി രൂപയുടെ കടം. ജീവിതത്തിൽ ഒരുപാട് പേര് വലിയ ആഡംബരത്തോടെ നടക്കുന്നുണ്ട്. അവർ വലിയ പണക്കാരാണെന്ന് നിങ്ങൾ കരുതും. എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ വലിയ കടമായിരിക്കും അവരുടെ പേരിലുണ്ടാവുക. ഇങ്ങനെ വലിയ കടമുണ്ടെങ്കിലേ അവർക്ക് ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ കഴിയും, സന്തോഷമായിരിക്കാനും സാധിക്കുള്ളൂ. ഈ ലക്ഷറിയായ ലൈഫ് അവർക്ക് കിട്ടണമെങ്കിൽ അതാണ് വഴി. അതുകൊണ്ട് കടം വാങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നിങ്ങൾ 200 രൂപ സമ്പാദിച്ചാൽ 2000 ചെലവാക്കുക. അത് ഭാവിയിൽ നിങ്ങൾക്ക് 20,000 രൂപയായി തിരിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് പറഞ്ഞ ഹീറോയുടെ മൈൻഡ് ആ ഇൻഷുറൻസ് ഏജന്റ് പൂർണ്ണമായും മാറ്റിയെടുക്കുന്നു. ഇതൊക്കെ ആലോചിച്ച് നോക്കിയ ഹീറോ എത്ര നാളാണ് കാശില്ലാതെ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത്? ആദ്യം ഇയാൾ പറഞ്ഞതൊക്കെ വെച്ച് നന്നായി കടം വാങ്ങി ചെലവഴിക്കാൻ തുടങ്ങാം എന്ന് തീരുമാനിക്കുന്നു. ഉടനെ ഭാര്യയ്ക്ക് കോൾ ചെയ്ത് വൈകുന്നേരം റെഡിയായി നിൽക്ക്, നമുക്ക് എല്ലാവർക്കും പുറത്തു പോകാമെന്ന് പറഞ്ഞ് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് സ്റ്റൈലായി നടക്കുന്നു. ഇപ്പോൾ ഹീറോയിനും റെഡിയായി നിൽക്കുമ്പോൾ ഹീറോ വീട്ടിലേക്ക് വന്ന് അവരെല്ലാവരെയും കാറിൽ കയറ്റി നേരെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വരുന്നു. എന്താണിത്, ഇത്രയും വലിയ ഹോട്ടലിലേക്കാണോ പോകുന്നത്? ഇവിടെ ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അകത്ത് കയറി ആ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വളരെ വലിയ സ്ഥലമാണ്. ഭക്ഷണത്തിനൊക്കെ വലിയ വിലയാവില്ലേ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് ഹീറോ പറയുന്നു. ഇവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് ചുറ്റും നോക്ക്, എല്ലാവരും ഇതുപോലെ വലിയ നെക്ലസ് ഒക്കെ ഇട്ട് ഇത്രയും സന്തോഷമായിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒരുപാട് കടം വാങ്ങി ആ കടത്തിൽ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ നമ്മളും ആഡംബരമായി ജീവിക്കാൻ പഠിച്ചാൽ നമുക്കും ഈ സന്തോഷം വരും. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ആഡംബരമായി ആഗ്രഹിച്ചതൊക്കെ ചെയ്ത് ജീവിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഒരു ബുഫയിൽ തൻ്റെ കുടുംബത്തെ മുഴുവൻ വയറ് നിറയെ ഭക്ഷണം കഴിപ്പിക്കുന്നു. അങ്ങനെ കഴിച്ചതിൻ്റെ ബില്ല് മാത്രം 5000 രൂപയോളം വരുന്നുണ്ട്. ആ കാശ് ഒട്ടും ആലോചിക്കാതെ അദ്ദേഹം തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും എടുത്തു കൊടുക്കുന്നു. എന്നാൽ ഇതൊന്നും ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ കടത്തിന് മേലെ കടം വരുത്തി വെച്ചാൽ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും എന്നവർ ചോദിക്കുകയാണ്. കടം വാങ്ങിയാലും ഇവിടെ സമാധാനമായി ജീവിക്കാൻ കഴിയും. അതിന് ഞാനൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട. നീ എന്നോട് ചോദിച്ചത് സമാധാനമുള്ള ഇതുപോലൊരു ജീവിതമല്ലേ, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഭാര്യയും കൂട്ടി അദ്ദേഹം അവിടെ നിന്നും പോകുന്നു.
ഇപ്പോൾ നമ്മുടെ ഹീറോ പതിവ് പോലെ ഒരു സവാരി പോകുമ്പോൾ ഒരു ബ്രോക്കറെയാണ് കയറ്റുന്നത്. ആ ബ്രോക്കർ അവിടെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നഗരത്തിന് പുറത്ത് കുമ്മിടിപ്പൂണ്ടിയിൽ ഒരു സ്ഥലമുണ്ടെന്നും അത് ഹീറോയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് 1/2 ഗ്രൗണ്ട് 50,000 ആണ് വിലയെന്നും അയാൾ പറയുന്നു. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ സ്ഥലം നല്ല ഡെവലപ്പ് ആവും. അടുത്തുകൂടി ഹൈവേ ഒക്കെ വന്നാൽ ഈ സ്ഥലത്തിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടും. അതിനുശേഷം നിങ്ങൾക്ക് ഈ സ്ഥലം പോലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കുമ്പോൾ അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും വാങ്ങണമെന്ന് ഹീറോയും ആലോചിക്കുന്നു. ഈ വിവരം അവിടെ തട്ടുകട നടത്തുന്ന തന്റെ ഭാര്യയോടും വന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 15,000 രൂപ മാത്രമാണ്. ഇനിയും 10,000 രൂപ കൂടി ഉണ്ടെങ്കിൽ ഒരു 1/4 ഗ്രൗണ്ട് സ്ഥലമെങ്കിലും വാങ്ങാൻ കഴിയും. എന്ത് ചെയ്യും എന്ന് അവരും ആലോചിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ ഒരു ഐഡിയ പറയുന്നത്. ഇനിയും നമ്മുടെ കയ്യിൽ 15 ദിവസമുണ്ട്. 15 ദിവസത്തിനുള്ളിൽ മുതലാളി തിരികെ വരും. അതുവരെ ഞാൻ ഈ കാർ ഒന്നുകൂടി നന്നായി ഓടിക്കാം. ദിവസവും രാവിലെ 3:30 ആകുമ്പോഴേക്കും എഴുന്നേറ്റ് വണ്ടി ഓടിക്കാൻ പോകും. അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിക്കാം. എങ്ങനെയെങ്കിലും 25,000 രൂപ സെറ്റാക്കാം. അതിൽ 1/4 ഗ്രൗണ്ട് സ്ഥലമെങ്കിലും നമ്മൾ വാങ്ങിയേ തീരൂ എന്നവിടെ പറയുന്നു. അന്ന് മുതൽ നമ്മുടെ ഹീറോ രാവിലെ 3:30 ആകുമ്പോഴേക്കും എഴുന്നേൽക്കുന്നു. മഴയോ വെയിലോ ഒന്നും നോക്കാതെ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലൂടെ ഒരുപാട് പണം അദ്ദേഹം സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാർ ഓടിക്കുന്ന തിരക്കിൽ വീട്ടിലേക്ക് പോലും വരാതെ കാറിൽ തന്നെ കിടന്നുറങ്ങുന്നതൊക്കെ കാണുമ്പോൾ ഭാര്യയ്ക്ക് ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. അപ്പോഴാണ് തന്റെ മകന്റെ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നും അതിൽ അവൻ ഈശ്വരന്റെ വേഷം കെട്ടുന്നുണ്ടെന്നും പറയുന്നത്. ആ ഫംഗ്ഷനിലെങ്കിലും വരണമെന്ന് പറഞ്ഞ് അവർ ഭർത്താവിനെ വിളിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഈ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചും അറിയാൻ കഴിയുന്നു. ഇനി മുതൽ കടം വേണമെങ്കിൽ നമ്മൾ ആരുടെയും മുമ്പിൽ കൈ നീട്ടി നിൽക്കേണ്ടതില്ല. ക്രെഡിറ്റ് കാർഡ് വാങ്ങിയാൽ അതിൽ തന്നെ ഈസിയായി കടം തരൂ എന്ന് ചിന്തിച്ച് അദ്ദേഹം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡും വാങ്ങുന്നു. വാങ്ങിയ ഉടനെ അതിൽ ഒരു ടിവിയും വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഭാര്യയും മക്കളൊക്കെ അത് കണ്ട് വളരെ സന്തോഷിക്കുകയാണ്. ഇതിനെല്ലാം കാരണം ആ ക്രെഡിറ്റ് കാർഡാണ്. ഇത് നമുക്ക് ആവശ്യമുള്ളത്ര യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം കൂടുതൽ സ്റ്റാറ്റസോടെ ജീവിക്കാൻ തുടങ്ങുന്നു. ഒരു ദിവസം നമ്മുടെ ഹീറോ ഒരു ഓട്ടം പോകുമ്പോൾ അതിലൊരു ദുബായ്ക്കാരൻ കയറാണ്. ആ ദുബായ്ക്കാരൻ്റെ ഭാര്യ, നിങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോകല്ലേ, 2 വർഷം നിങ്ങളില്ലാതെ എനിക്ക് നിൽക്കാൻ കഴിയില്ല, എനിക്ക് വളരെ സങ്കടമുണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞോട്ട് വരുന്നു. എന്താടി ചെയ്യുന്നത്? അവിടെ പോയി ഞാൻ സമ്പാദിച്ച് വന്നാൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും. അതിനുശേഷം നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. നീ ഒന്ന് മനസ്സ് വയ്ക്കേ എന്ന് പറഞ്ഞ അയാൾ ഭാര്യയെ കൺവിൻസ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ട ഹീറോ, നിങ്ങൾക്കൊന്നും തോന്നിയില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വിദേശത്ത് പോയാൽ ജീവിതം മാറുമെന്ന് പറയുന്നല്ലോ, ശരിക്കും അത് മാറുമോ? അത്രത്തോളം സമ്പാദിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും സമ്പാദിക്കാം, ജീവിതം മാറും എന്ന് ആ ദുബായ്ക്കാരൻ ഹീറോയോട് പറയുന്നു. ഇപ്പോൾ ആ ദുബായ്ക്കാരൻ്റെ നമ്പറും ഹീറോ വാങ്ങി സൂക്ഷിക്കുകയാണ്. ദിവസങ്ങൾ കടന്നു പോകുന്തോറും കടം വാങ്ങാൻ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടോ, എന്തൊക്കെ ആപ്പുകളുണ്ടോ അതൊക്കെ നമ്മുടെ ഹീറോ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതിലെല്ലാം കടം വാങ്ങി വളരെ ആഡംബരമായി ചെലവാക്കാൻ തുടങ്ങുന്നു. ഇതോടെ പതിയെ പതിയെ അദ്ദേഹം കുടുംബത്തെ പോലും ശ്രദ്ധിക്കാതെ വന്നു. എപ്പോഴും ജോലി എന്ന് പറഞ്ഞ് കാർ ഡ്രൈവറായി ടാക്സി ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കടുത്ത ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ദിവസം ആ ടാക്സിയിൽ കയറി ഭാര്യ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് അന്ന് രാത്രി ഹീറോ ഭാര്യയോട് പറയുന്നത്, ഞാനൊരു ദുബായ്ക്കാരനെ പരിചയപ്പെട്ടു, അയാളുടെ ബോസ് നാളെ നാട്ടിലേക്ക് വരുന്നുണ്ട്, അദ്ദേഹത്തിന് വണ്ടി ഓടിച്ചാൽ 5,000 നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വണ്ടി ഓടിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ദുബായിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയാൽ നന്നായിട്ട് സമ്പാദിക്കാം എന്ന് പറഞ്ഞ മറ്റൊരു ജോലിയെക്കുറിച്ച് കൂടി അദ്ദേഹം പറയുന്നു. അങ്ങനെ ഹീറോ വീണ്ടും ഇങ്ങനെ ഓരോ റിസ്ക് എടുക്കുന്നത് വീട്ടിൽ ഭാര്യയ്ക്ക് ഭയം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ ദുബായ്ക്കാരന് വേണ്ടി വണ്ടി ഓടിക്കാൻ പോയ ദിവസമാണ് മകന്റെ ആ സ്കൂൾ കോമ്പറ്റീഷൻ നടക്കുന്നത്. അതിൽ അവൻ വിനായകന്റെ വേഷം കെട്ടി അച്ഛനും വരും എന്ന് പ്രതീക്ഷ നിൽക്കുകയാണ്. എന്നാൽ അച്ഛൻ വന്നില്ല എന്നറിഞ്ഞ് ആ കുട്ടി വല്ലാതെ സങ്കടപ്പെടുന്നു. അച്ഛനെ സമ്പാദിക്കുക എന്ന് പറഞ്ഞ അമ്മ എപ്പോഴും പ്രഷർ ചെയ്തു. ഇപ്പോൾ അച്ഛൻ സമ്പാദിക്കാൻ പോയി, അതുകൊണ്ട് നമ്മൾക്ക് അച്ഛനോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല, അച്ഛൻ്റെ കൂടെ കളിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കൂടെ കളിച്ച പഴയ നിമിഷങ്ങളൊക്കെ ഓർത്ത് അവൻ അവിടെ നിന്ന് കരയാണ്. ഇപ്പോൾ ഹീറോ ആ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി 11 മണിക്കാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വരുമ്പോൾ ഭാര്യയും മകനും വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന അദ്ദേഹം കാണുന്നു. മകൻ അവിടെ പിണങ്ങി അച്ഛനോട് സംസാരിക്കാതിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാനിങ്ങനെ മാടുപോലെ പണിയെടുക്കുന്നത്, സമ്പാദിക്കാത്തപ്പോഴും നിങ്ങൾ എൻ്റെ നേരെ മുഖം വീർപ്പിച്ച് കാണിച്ചു, ഇപ്പോൾ സമ്പാദിക്കുമ്പോഴും നിങ്ങൾ അത് തന്നെ കാണിക്കുന്നു, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ഹീറോ വല്ലാത്തൊരവസ്ഥയിലാവുന്നു. നമ്മൾ ആ സ്ഥലം വാങ്ങാമെന്ന് തീരുമാനിച്ചതല്ലേ, അതിനായി നാളെ പോവാം, ആ കാശ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഹീറോ പറയുന്നു. പിറ്റേ ദിവസം ഭാര്യ വളരെ സന്തോഷത്തോടെ പോകാനായി റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഭാര്യയും മകനെയും കൂട്ടി ഹീറോ ആ കുമ്മിടിപ്പൂണ്ടിയിലേക്ക് വരികയാണ്. അവിടെ ഒരു ബ്രോക്കറെ വന്ന് കാണുന്നു. നിങ്ങൾക്ക് 1/2 ഗ്രൗണ്ട് വേണോ 1/4 ഗ്രൗണ്ട് വേണോ എന്ന് ചോദിക്കുമ്പോൾ 1/2 ഗ്രൗണ്ടിന് 50,000 രൂപയാണെന്ന് അയാൾ പറയുന്നു. ഇവർ പ്ലാൻ ചെയ്തത് 25,000 രൂപയ്ക്ക് 1/4 ഗ്രൗണ്ട് വാങ്ങാനാണ്. എന്നാൽ ഹീറോ 50,000 രൂപ കൊടുത്ത് 1/2 ഗ്രൗണ്ട് തന്നെ വാങ്ങിക്കളയാം എന്ന് ചെറിയൊരു അത്യാഗ്രഹം കാണിക്കുന്നു. ഭാര്യ അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അത്രയും കാശ് നമ്മുടെ കയ്യിലില്ല എന്നും അവർ പറയുന്നു. എങ്കിലും ഹീറോ തന്റെ പോക്കറ്റിൽ നിന്നും 25,000 രൂപ കൂടെ എടുക്കുകയാണ്. ഇതെവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരവില്ല. അതിലൂടെ വീണ്ടും തന്റെ ഭർത്താവ് കടം വാങ്ങുക തന്നെയാണ് ചെയ്തത് എന്ന് ഹീറോയിൻ മനസ്സിലാക്കുന്നു. ഇനിയും ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ കടം വാങ്ങിക്കൊണ്ടിരുന്നാൽ വലിയ റിസ്ക് ആണ് എന്ന് അവർ അവിടെ വെച്ച് ചിന്തിക്കുകയാണ്. എന്നാൽ ഭാര്യയെ സമാധാനിപ്പിക്കാനായി ഹീറോ അവിടെ വെച്ച് അവർക്കൊരു സാരി ഗിഫ്റ്റായി കൊടുക്കുന്നു. അതിനുശേഷം കുറച്ച് ബിരിയാണിയും വാങ്ങി കാറിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്നാൽ അതൊന്നും വാങ്ങാൻ ഭാര്യ തയ്യാറാവുന്നില്ല.
ഇവിടെ കടത്തിന് മേൽ കടം വാങ്ങുകയാണ് നിങ്ങൾ. അടുത്ത മാസം EMI മാത്രം 15,000 രൂപ അടയ്ക്കണം. അതെങ്ങനെ അടയ്ക്കും? അടുത്ത മാസവും ഈ ക്രെഡിറ്റ് കാർഡ് വർക്കാവോ? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തിനാണ് എല്ലാവരെയും ഇങ്ങനെ പ്രഷറിലാക്കുന്നത് എന്ന് ചോദിക്കുന്നു. നീയല്ലേ എപ്പോഴും സമ്പാദിക്കണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാമെന്ന് ചിന്തിക്കുന്നതിന് പകരം നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ച ഹീറോ അവിടെ വെച്ച് ഭാര്യയെ വളരെ രൂക്ഷമായി ശകാരിക്കുന്നു. റോഡിൽ വെച്ച് ഭാര്യയും മകനെയും ഇറക്കി വിട്ടിട്ട് ആ EMI അടയ്ക്കാൻ വേണ്ടിയല്ലേ എന്നെ ഇങ്ങനെ ശകാരിക്കുന്നത്? ഞാൻ പോയി വീണ്ടും ടാക്സി ഓടിക്കാം, എനിക്ക് ഓർഡർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ അവിടെ ഇറക്കി വിട്ട് ടാക്സി ഓടിക്കാൻ പോകുന്നു. ഭയങ്കരമായി മഴ പെയ്യുന്നുണ്ട്. ആ മഴയത്തും ഹീറോ അവിടെ ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഭാര്യ തരുന്ന പ്രഷർ, ഓൾറെഡി കടം കൂടിയതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കേണ്ടതിൻ്റെ ടെൻഷൻ, ഇതെല്ലാം ആലോചിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഹീറോ അറിയാതെ കാർ കൊണ്ടുപോയി മറ്റൊരു വണ്ടിയിൽ ഇടിക്കുന്നു. അതിൽ കാറിന് വലിയ കേടുപാടുകൾ സംഭവിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം പകച്ചു പോവാണ്. ഇപ്പോൾ ഈ കാറ് മെക്കാനിക്കിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നന്നാക്കാൻ എത്രയാവും എന്ന് ചോദിക്കുമ്പോൾ 1,00,000 രൂപയാകും എന്നവർ പറയുന്നു. മുതലാളിയുടെ കാറ് കൂടിയാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ മുതലാളി വന്നാൽ എല്ലാം തീർന്നു. അതിനുള്ളിൽ കാർ റിപ്പയർ ചെയ്തേ തരൂ. ഇതിനിടയിൽ 1,00,000 രൂപയുടെ ആവശ്യവും. താൻ വലിയൊരു തെറ്റ് ചെയ്തു പോയോ എന്ന് ഹീറോ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഈ സങ്കടത്തോടെ തന്നെ വീട്ടിൽ വന്ന് രാവിലെ കിടന്നുറങ്ങുമ്പോൾ ഭാര്യ വന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. എന്താണ് ഇന്നലെ രാത്രി ലേറ്റായി വന്നത്? ഇന്നലെ ഞാൻ അറിയാതെ നിങ്ങളോട് ദേഷ്യപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് സമാധാനമായി സംസാരിക്കുമ്പോൾ ഇന്നലെ രാത്രി അപകടം സംഭവിച്ചതിനെക്കുറിച്ചും കാർ വർക്ക്ഷോപ്പിൽ കൊടുത്തതിനെക്കുറിച്ചും ഹീറോ അവരോട് പറയുന്നു. ഇപ്പം എന്ത് ചെയ്യും എന്നവർ ചോദിക്കുമ്പോൾ ഞാൻ ദുബായിൽ ജോലിക്ക് പോകാൻ പോവാണ്, അതാണ് ഇതിനൊരൊറ്റ വഴി എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഇപ്പോൾ ഈ കാറ് നന്നാക്കാൻ ആരുടെ കയ്യിൽ നിന്നും കാശ് കടം വാങ്ങുമെന്നറിയാതെ വീണ്ടും സ്വന്തം പെങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ പോയി ആ 1,00,000 രൂപ കടം വാങ്ങുന്നു. നീ ആ വാങ്ങിയ 10,000 തന്നെ തിരിച്ചു തന്നിട്ടില്ല, ഈ 1,00,000 രൂപ നീ എപ്പോൾ തിരിച്ചു തരും എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അയാൾ ആ കാശ് കൊടുക്കുന്നത്. എത്രയും വേഗം തിരിച്ചു തരാം എന്ന് പറഞ്ഞ ആ കാശ് കൊണ്ട് ഹീറോ കാർ റിപ്പയർ ചെയ്യുന്നു. അങ്ങനെ കാർ റിപ്പയർ ചെയ്ത് അതിൻ്റെ ബോർഡൊക്കെ പഴയതുപോലെ മാറ്റി മുതലാളിയുടെ വീട്ടിൽ തന്നെ കാർ കൊണ്ടുപോയിടാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഇനി ഒരിക്കലും നമ്മളിങ്ങനെ ആരെയും പറ്റിച്ച് പണം ഉണ്ടാക്കരുത്, ദുബായിൽ പോയി ആത്മാർത്ഥമായി ജോലി ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് ആ കാർ മുതലാളിയുടെ വീട്ടിൽ കൊണ്ടിടുന്നു. അവിടെ നിന്നും ഇറങ്ങാൻ നേരം അപ്പോഴാണ് വിദേശത്ത് പോയ മുതലാളി തിരികെ വന്നു എന്ന കാര്യം അദ്ദേഹം അറിയുന്നത്. എന്നാൽ മുതലാളി ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി ഹീറോ മുതലാളിയുടെ വീടിനടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ മുതലാളി ഒറ്റയ്ക്കിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. താൻ ആ കാർ ടാക്സിയായി ഓടിച്ച സത്യം ഹീറോ പറയാൻ വരുന്നതിന് മുമ്പ് അവിടെ മുതലാളിയുടെ ഭാര്യയുടെ ഫോട്ടോ മാലയിട്ട് വെച്ചിരിക്കുന്നത് അദ്ദേഹം കാണുന്നു. വിദേശത്ത് പോയ മുതലാളിയുടെ ഭാര്യ അവിടെ വെച്ച് മരണപ്പെട്ട വിവരം ഹീറോ അപ്പോഴാണ് അറിയുന്നത്. എന്തു പറ്റി സാർ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വളരെ നാളായിട്ട് ഒരു രോഗം ഉണ്ടായിരുന്നു. ആ രോഗം സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിദേശത്തേക്ക് പോയത്. പക്ഷേ അവിടെ പോയിട്ടും അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് മുതലാളി അവിടെ പറയാണ്. ഇത് കേട്ട് ഹീറോ ആകെ തകർന്നു പോവാണ്. ആ ഷോക്കിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തു വരാനേ കഴിയുന്നില്ല. അവിടെ നിൽക്കുന്ന ആ ചെറിയ മകളെ കൂടി അദ്ദേഹം നോക്കുന്നുണ്ട്. ആ കുട്ടി എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അറിയാതെ അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ മുതലാളി അവിടെ കുറച്ച് കാശ് കൊണ്ടുവന്ന് ഹീറോയ്ക്ക് നൽകുന്നു. ഞങ്ങൾ ഇനിയും ഒരു 6 മാസം കൂടെ ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 6 മാസം നീ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കേണ്ടി വരില്ല, അതുകൊണ്ട് ഈ ശമ്പളം നീ വെച്ചോളൂ എന്ന് പറയാണ്. എന്നാൽ ഹീറോ അത് വാങ്ങാൻ വിസമ്മതിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടുവോളം തന്നിട്ടുണ്ട് മുതലാളി, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഹീറോ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്നിട്ടും അദ്ദേഹം ഇരുന്ന് കരയാണ്. ഇത് കാണുന്ന ഭാര്യ എന്തു പറ്റി, മുതലാളി നിങ്ങളെ വഴക്ക് പറഞ്ഞോ, അതോ മുതലാളിയുടെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ ദേവി അമ്മ മരിച്ച കാര്യം അദ്ദേഹം ഭാര്യയോടും പറയുന്നത്. അത് കേട്ട് അവരും ആകെ തകർന്നു പോവാണ്. ദിവസങ്ങൾ കടന്നു പോകുന്തോറും ഹീറോയ്ക്ക് ഭയങ്കര പ്രഷറാവുന്നു. ഈ ക്രെഡിറ്റ് കാർഡ് വാങ്ങിയിരുന്നല്ലോ, അതുവഴി ബാങ്കിൽ നിന്നുള്ളവർ വന്ന് വളരെ മോശമായി സംസാരിച്ച് അപമാനിക്കുന്നു. പെങ്ങളുടെ ഭർത്താവാണെങ്കിൽ ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് നാണം കെടുത്തിയിട്ട് പോകുന്നു. ഈ അപമാനങ്ങൾക്കിടയിൽ ഒരുപാട് നുണകൾ പറഞ്ഞു വളരെ കഷ്ടപ്പെട്ടുമാണ് ഈ കുടുംബം ജീവിക്കുന്നത്. കടന്നവരെ കണ്ടാൽ തന്നെ ഇവർ ഒളിച്ചു നടക്കുകയാണ്. ശരി, വാങ്ങിയ ആ സ്ഥലമെങ്കിലും വിൽക്കാമെന്ന് വിചാരിച്ചാൽ ആ സ്ഥലം വിൽക്കാനും കഴിയാത്തൊരവസ്ഥ. കാരണം അത് കുമ്മിടി പൂണ്ടിയിലാണല്ലോ. അപ്പോഴാണ് ഹീറോ അപ്ലൈ ചെയ്തിരിക്കുന്ന പാസ്പോർട്ട് വരുന്നത്. ഇനിയും സഹിക്കാൻ കഴിയില്ല, ഞാൻ ദുബായിലേക്ക് പോവാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ ഷാർജയിൽ വന്നിറങ്ങിയത്. അങ്ങനെ 6 മാസം വളരെ കഷ്ടപ്പെട്ട് തന്റെ കടങ്ങളെല്ലാം ഷാർജയിൽ പണിയെടുത്താണ് ഹീറോ അടച്ചു തീർത്തത്. ദിവസം വെറും 2 നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഓരോ നിമിഷവും അദ്ദേഹം സ്വന്തം കുടുംബത്തെ ഓർത്തിരുന്നു. നാട്ടിൽ തന്നെ ഭർത്താവില്ലാത്ത സമയത്തും ആ തട്ടുകട നോക്കി നടത്തി എപ്പോഴും ഭർത്താവിനെ കുറിച്ച് ഓർത്ത് മകനെ സമാധാനിപ്പിച്ച് ആ ഭാര്യയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ കുറച്ചായി അവർ ആ കടങ്ങളെല്ലാം അടച്ചു തീർക്കുന്നു. കടമെല്ലാം തീർത്തല്ലോ, ഇപ്പോഴെങ്കിലും നാട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താവിനോട് ഒരുപാട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോ അവിടെ ഒരു തീരുമാനം എടുക്കുന്നത്. അതായത് താൻ ജോലി ഉപേക്ഷിക്കാൻ പോവാണെന്നുള്ള ഒരു തീരുമാനം. തനിക്ക് ജോലി തന്ന ആ ബോസിന്റെ അടുത്ത് നിന്ന് ജോലി രാജിവെക്കുകയാണെന്ന കാര്യം പറയുമ്പോൾ ബോസിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴല്ലേ നീ ഇവിടെ വന്നത്, കുറച്ചായി നീ വളർന്നു വരികയല്ലേ, എന്തിനാണ് ജോലി കളയുന്നത്? ഇനിയും 1 വർഷം കൂടെ ഇവിടെ ജോലി ചെയ്താൽ നിനക്ക് ഇതിലും കൂടുതൽ ശമ്പളം വരെ നൽകും. ബോസ് നിനക്ക് മൊബൈൽ ഫോണൊക്കെ വാങ്ങി നൽകാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കൊടുക്കാൻ നോക്കുകയാണ്. അല്ല സാർ, എൻ്റെ ശമ്പളത്തിൽ കവിഞ്ഞ ഒരു സാധനവും ഞാൻ വാങ്ങില്ല, എനിക്കത് പറ്റില്ല സാർ എന്ന് പറഞ്ഞ ഹീറോ അതൊക്കെ നിരസിക്കുന്നു. ഞാൻ ഈ ജോലി ഉപേക്ഷിച്ച് പോവാണ് സാർ,
എൻ്റെ പാസ്പോർട്ട് മാത്രം തിരികെ താ എന്ന് ഹീറോ തൻ്റെ ബോസിനോട് പറയുന്നു. എന്ത് മണ്ടത്തരമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ ബോസ് അവിടെ ദേഷ്യപ്പെടുകയാണ്. നമ്മുടെ ഹീറോ അവിടെ വലിയൊരു സിഇഒയുടെ ഡ്രൈവറാണ്. അല്പനേരത്തിനുള്ളിൽ അദ്ദേഹം ഈ സിഇഒൻ്റെ അടുത്ത് ചെന്നും താൻ ജോലി രാജിവെക്കാൻ പോകുന്ന കാര്യം പറയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഹീറോയുടെ ബോസ് പറയുന്നുണ്ട്, ഇദ്ദേഹത്തോടൊക്കെ നീ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ശരി, ഓക്കെ, നീ വെയിറ്റ് ചെയ്യ്, ഞാൻ വന്ന് നിന്നെ കാണാമെന്ന് പറഞ്ഞ് ഹീറോയെ ഒരിടത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ സിഇഒയെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് അദ്ദേഹം തിരികെ വന്ന് ഹീറോയെ കാണുന്നു. എന്താണ് നിന്റെ പ്രശ്നം? നീ എന്തിനാണ് ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ ഇത്ര തിടുക്കം കൂട്ടുന്നത് എന്ന് ബോസ് ചോദിക്കുന്നു. ഇനിയും എൻ്റെ ഭാര്യയും മകനെയും പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ കടങ്ങളെല്ലാം ഞാൻ വീട്ടിൽ കഴിഞ്ഞു. എനിക്ക് തിരികെ നാട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഹീറോ കരയാണ്. ഇങ്ങനെ തന്നെയാണ് പലരെയും വിശ്വസിച്ച് ഞാൻ ഇവിടെ ജോലിക്ക് ചേർക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഭാര്യയെ കാണണം, കുടുംബത്തെ കാണണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കരയുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ഹീറോയുടെ പാസ്പോർട്ട് അദ്ദേഹം തിരിച്ചു നൽകുന്നു. കുറച്ച് സാധനങ്ങൾ കൂടി ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതെൻ്റെ ഭാര്യയെ ഏൽപ്പിക്കണം എന്ന് ആ ബോസ് പറയുന്നു. കുറച്ച് നാൾ കൂടെ ഇവിടെ നിന്നിരുന്നെങ്കിൽ നിനക്ക് ഇതിലും കൂടുതൽ സമ്പാദിക്കാമായിരുന്നു. എന്നാൽ ആ ശമ്പളം വേണ്ടെന്ന് വെച്ച് നാട്ടിലേക്ക് പോകാനാണല്ലോ നീ ആഗ്രഹിക്കുന്നത്. ശരി, പൊക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. റൂമിലെത്തിയ ഹീറോ തൻ്റെ ലഗേജൊക്കെ പാക്ക് ചെയ്യാണ്. കൂടെയുള്ള ആ ചെറുപ്പക്കാരും, സത്യമായിട്ടും നിങ്ങൾ നാട്ടിലേക്ക് പോവാണോ? ഈ വലിയ ശമ്പളം ഉപേക്ഷിച്ച് പോവാണോ എന്ന് ചോദിക്കുകയാണ്. ശമ്പളത്തെക്കാൾ പ്രധാനം സമാധാനമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കുന്നു. നാട്ടിലെത്തിയ ഹീറോ താൻ മുൻപ് വാങ്ങിയ ആ കൂളിംഗ് ഗ്ലാസ് ഉണ്ടല്ലോ, അത് ഊരി അറിഞ്ഞിട്ട് ഇനിയെങ്കിലും സമാധാനമുള്ളൊരു ജീവിതം ജീവിക്കാം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അവിടെ നിന്നും ഒരു ക്യാബ് വിളിച്ച് ആദ്യത്തെ കാര്യമായി അദ്ദേഹം പോകുന്നത് തൻ്റെ പെങ്ങളുടെ ഭർത്താവിനോട് വാങ്ങിയ കടം തിരിച്ചു കൊടുക്കാനാണ്. ആ കടം കൊടുത്തു തീർത്ത സന്തോഷത്തോടെയാണ് അദ്ദേഹം വീട്ടിലേക്ക് തിരികെ വരുന്നത്. താൻ വന്ന ആ ക്യാബ് ഡ്രൈവറോട് ഇനിമേൽ കടം വാങ്ങാൻ പറഞ്ഞ് ആര് നിങ്ങളെ ഉപദേശിച്ചാലും അതുമാത്രം നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ ഹീറോ വന്ന് തൻ്റെ ഭാര്യയെ കാണുന്നു. ഹീറോയെ കണ്ടതും ഭാര്യയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. 6 മാസത്തിന് ശേഷം സ്വന്തം ഭർത്താവിനെ കണ്ട് അവരെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴാണ് അവർ പണയം വെച്ചിരിക്കുന്ന ആ താലിമാലയും ഹീറോ തിരികെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതുകൂടി ഭാര്യയുടെ കഴുത്തിൽ അണിയിക്കുമ്പോൾ അവർക്ക് ഇനിയും സന്തോഷമാവുന്നു. ഇപ്പോൾ ഹീറോ തൻ്റെ മകനെയും വന്ന് കാണാണ്. അങ്ങനെ ആ കുടുംബം വീണ്ടും ഒന്നാവുന്നു. ഇനി കടം വാങ്ങാതെ നമുക്ക് എത്ര സമ്പാദിക്കാൻ കഴിയോ ആ ശമ്പളം കൊണ്ട് സമാധാനമായി ജീവിക്കാം, ആ ജീവിതം ജീവിക്കാം, അതുതന്നെയാണ് സമാധാനമുള്ള ജീവിതം എന്ന് ആ കുടുംബം തിരിച്ചറിയുന്നു. ഇതെല്ലാം മനസ്സിലാക്കി സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഹീറോയ്ക്ക് സ്നേഹം നിറഞ്ഞ മറ്റൊരു സമ്മാനം കൂടി ലഭിക്കുന്നു. നമ്മുടെ ഹീറോയുടെ മുതലാളി ഉണ്ടല്ലോ, അദ്ദേഹം ഹീറോയെ കാണാൻ വരുന്നു. എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് ഫീൽ ചെയ്തു. ഭാര്യ കൂടെയുള്ള സമയത്ത് അവൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തില്ല. അവളെ ചെറിയൊരു ട്രിപ്പിന് പോലും കൊണ്ടുപോയില്ല. അതൊക്കെ ഓർത്ത് ഞാനിപ്പോൾ വല്ലാതെ സങ്കടപ്പെടുകയാണ്. ഇപ്പോൾ എൻ്റെ മോളെയും കുട്ടി അതുപോലൊരു ട്രിപ്പിന് പോകണം എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ കഴിയുമോ എന്ന് അദ്ദേഹം ഹീറോയോട് ചോദിക്കുന്നു. ഹീറോ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി മധ്യേ ഒരിടത്ത് കാർ നിർത്തുന്നു. അവിടെ വണ്ടി നിർത്തിയിട്ട് നിങ്ങളുടെ കാർ ഞാൻ ടാക്സിയായി ഓടിച്ചു എന്നുള്ള സത്യം ഹീറോ മുതലാളിയോട് പറയുന്നു. ഇതെനിക്ക് മുമ്പേ അറിയാമായിരുന്നു. മുൻപ് തന്നെ അവരെന്നോട് പറഞ്ഞിരുന്നു. നിന്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നീ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോർത്ത് നീ കൂടുതലൊന്നും സങ്കടപ്പെടേണ്ട. ഞാനിവിടെ നിന്നും വേറൊരു ടാക്സി വിളിച്ച് എയർപോർട്ടിലേക്ക് പോയിക്കോളാം. ഇനി മുതൽ ഈ കാർ നിന്റേതാണ് എന്ന് മുതലാളി പറയുന്നു. ഇതുകൊണ്ട് നിന്റെ ബാക്കി ജീവിതം നോക്ക്, നിന്റെ കുടുംബത്തെ നോക്ക് എന്ന് ആ മുതലാളി പറയുന്നു. ഹീറോ വല്ലാതെ സങ്കടപ്പെട്ട് ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, ഇത് അവസാനമായി എൻ്റെ ഭാര്യ നിനക്ക് കൊടുക്കാൻ പറഞ്ഞൊരു സാധനമാണ്, അതുകൊണ്ട് വേണ്ടെന്ന് പറയരുത്, സ്നേഹത്തോടെ സ്വീകരിക്കണം. ഇനി മുതൽ നിനക്ക് സ്വന്തമായി ജോലി ചെയ്യാം എന്ന് മുതലാളി പറയുന്നു. ഹീറോ അവിടെ ആകെ വികാരഭരിതനായി തൻ്റെ മുതലാളിയോട് എങ്ങനെ നന്ദി പറയുന്നറിയാതെ നിൽക്കുകയാണ്. നന്ദിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ വളരെ കൂളായി തന്നെ മുതലാളി അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ ഹീറോ തൻ്റെ സ്വന്തം കാറിൽ കയറുകയാണ്. ആ സന്തോഷ വാർത്ത ഭാര്യയോടും പറഞ്ഞിട്ട് ഇനി സ്വന്തമായി ടാക്സി ഓടിച്ച് സമ്പാദിക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയ ഒരു എൻഡിങ്ങോടെ ഈ സിനിമയുടെ കഥയും അവസാനിക്കുകയാണ്. സോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുത്തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.